നമ്മളെ അവസാനത്തെ പ്രതീക്ഷയാണ് ഇപ്പൊ ഈ റെസ്ക്യൂ ടീം ഇവിടെ വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇവിടെ പാസ് ചെയ്ത് ഇവിടെ വന്നിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉത്തരാഖണ്ഡിലൊക്കെ സ്ലൈഡിങ്ങില് രക്ഷാപ്രവർത്തനം നടത്തി വിജയിച്ച ആളുകളാണ്. ഇങ്ങനത്തെ ലാൻഡ് സ്ലൈഡിങ്ങില് റെസ്ക്യൂ ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളുകളാണ്. ഇവിടെ അങ്ങനത്തെ ഒരാളില്ല. അവരെ കൊണ്ടുവന്നിട്ട് അവരെ കടത്തി വിടുന്നില്ല. അവര് വന്നിട്ട് എത്ര സ്ഥലത്താ തടഞ്ഞിട്ടത്. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ഇതാണ് പ്രശ്നം. എന്തിനു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആ SP വന്നിട്ട് ഇന്നെ നല്ല അടി കിട്ടിയതിനൊന്നും പ്രശ്നമില്ല മേഡം. ഈ സങ്കടം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ രഞ്ജിത്ത് സാറിനോട് ചോദിക്കുകയാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റോടെ അതൊക്കെ കാണിച്ചു തരും. നമ്മളെ മാതിരി ഒരു പ്രാധാന്യമില്ല. മലയാളികൾക്കാണെങ്കിൽ ഒരു ജീവനാ. അവിടെ മതവും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. നമ്മളെ ഒരു കൾച്ചർ അതാണ്. നമ്മൾ പുറമേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ വർഗീയതൊക്കെ ഉണ്ടെങ്കിലും ആളുകൾക്ക്, പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ മലയാളികൾക്ക് അതില്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ചിട്ട് ഇവര് ചോദിക്കുന്നുണ്ട്, ഒരു ഡ്രൈവർക്കും വേണ്ടി എന്തിനാ ഇത്രയൊക്കെ മെനക്കെടുന്നത്? ആ ഒരു ആറ്റിറ്റ്യൂഡാ. ഞാൻ ഇന്ന് കന്നഡ ചാനലിലും പറഞ്ഞതന്നെ, നമുക്ക് ആ ഡ്രൈവറായിട്ടല്ല തോന്നുന്നത്, മനുഷ്യനായിട്ടാ തോന്നുന്നത് പറഞ്ഞത്. അതിന്റെ ഉള്ളിലാവും ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ ഓരോ ദിവസവും പ്രതീക്ഷയും കൊണ്ട് നിൽക്കുന്നുണ്ടാവൂലേ. പുറത്ത് ഒച്ച കേൾക്കൂലേ, ഇന്ന് കഴിച്ചിലാവും നാളെ കഴിച്ചിലാവും തന്നെ നിൽക്കുകയും ആണെങ്കിൽ കഴിച്ചിലാവട്ടെ.